നമസ്കാരം. ഇന്ന് മകരഭരണിയാണ്. വളരെ വിശേഷപ്പെട്ടതായ ഒരു ദിവസമാകുന്നു. ഭദ്രകാളി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം. ഇന്നേ ദിവസം അതിനാൽ ചില കാര്യങ്ങൾ നാം ചെയ്യുന്നത് ജീവിതത്തിൽ അമ്മയുടെ അനുഗ്രഹം വർദ്ധിക്കുന്നതിന് ഏറ്റവും ഉത്തമമായി തീരും. ഇന്നേ ദിവസം ചില മന്ത്രങ്ങൾ ജപിക്കുന്നതും പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുമുണ്ട്. ഇന്നേ ദിവസം നടത്തേണ്ടതായ ചില വഴിപാടുകളുമുണ്ട്. ഇത്തരത്തിൽ പല കാര്യങ്ങളും ഇന്നേ ദിവസം ചെയ്യുകയാണ് എങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്നതിന് ഏറ്റവും ഉത്തമമായി തീരും. പ്രധാനമായും ഇന്നേ ദിവസം ഉഗ്രരൂപിണിയായ അമ്മയ്ക്ക് ചില കാര്യങ്ങൾ പ്രത്യേകമായും നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ആദ്യത്തേതായ കാര്യം ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ്. ഇന്നേ ദിവസം ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. പ്രത്യേകിച്ചും ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ ജീവിതത്തിൽ നൽകുകയും ചെയ്യും. ഇന്നേ ദിവസം പ്രത്യേകിച്ചും പുലവാലായ്മ ഉള്ളവർ അല്ലെങ്കിൽ ആർത്തവമായിരിക്കുന്നവർ ഒരിക്കലും വിളക്ക് തെളിയിക്കുകയോ ദേവീനാമങ്ങൾ ജപിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. ഇന്നേ ദിവസം ദേവിയെ നാമജപത്തോടെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് എങ്കിൽ അത് സർവ്വ ഐശ്വര്യങ്ങൾക്ക് തന്നെ കാരണമായി തീരും. കൂടാതെ ഇന്നേ ദിവസം ദേവിയുടെ പൂജ തൊഴുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യം തന്നെയാണ് വന്നു ചേരുക. ഇനി നിങ്ങൾക്ക് രാവിലെ ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾ സന്ധ്യാസമയത്ത് പ്രത്യേകിച്ചും ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കണം. വീടുകളിൽ ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിച്ച് നിങ്ങൾ ദേവിയെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. അതും ഭദ്രദീപം തന്നെ തെളിയിച്ച്, അതും നെയ്വിളക്ക് തന്നെ തെളിയിച്ച് ദേവിയെ ആരാധിക്കുക. അതോടൊപ്പം ലളിത സഹസ്രനാമ ജപവും കൂടാതെ ഭദ്രകാളി സ്തുതി 108 ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നിങ്ങൾക്ക് നടത്താൻ സാധിക്കുന്ന വിശേഷപ്പെട്ട വഴിപാടുകളിൽ ഒന്ന് ഗുരുതി പുഷ്പാഞ്ജലിയാണ്. അത്യുത്തമമായി തന്നെ കണക്കാക്കുന്നു. ദേവിയുടെ അനുഗ്രഹം പെട്ടെന്ന് ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഉത്തമമായ ഒരു വഴിപാട് തന്നെയാണ് ഇത്. എന്നാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നവരാണ് എങ്കിലും അനുഷ്ഠിക്കാത്തവരാണ് എങ്കിലും മത്സ്യമാംസാദികൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കി തന്നെ ഇന്നേ ദിവസം മുന്നോട്ട് പോകണം. ഇന്നേ ദിവസം നിങ്ങൾ പ്രത്യേകിച്ചും ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ആ മന്ത്രങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രം ഭദ്രകാളി ദേവിയുടെ മൂല മന്ത്രം തന്നെയാണ്. ഈ മന്ത്രം ഇന്നേ ദിവസം നിങ്ങൾക്ക് 48 ജപിക്കാം. 48 അത് രാവിലെയാണ് എങ്കിലും അതല്ല സന്ധ്യാവേളയിലാണ് എങ്കിലും അതല്ല നിങ്ങൾ വീഡിയോ കാണുന്നത് രാത്രിയിലാണ് എങ്കിൽ ആ രാത്രി സമയത്താണ് എങ്കിലും കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം ശുദ്ധിയോടെ തന്നെ ഈ മന്ത്രം ജപിക്കണം. 48 തവണയാണ് ജപിക്കേണ്ടത്. മന്ത്രം ഇപ്രകാരമാകുന്നു: ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമഃ. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമഃ. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമഃ എന്നാണ്. ഈ മന്ത്രം ഇന്നേ ദിവസം നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ അത് പെട്ടെന്ന് ഫലസിദ്ധി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഈ മന്ത്രം നിങ്ങൾ നിത്യവും ജപം തുടരുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഉത്തമമാണ്. നിങ്ങൾക്ക് ഈ മന്ത്രം ഇന്നു മുതൽ ജപിച്ച് തുടങ്ങുന്നതും ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ ഭദ്രകാളി 10 ജപിക്കുകയാണ് എങ്കിൽ അത് 10 ശ്ലോകങ്ങൾ അടങ്ങുന്നതാണ്. ജപിക്കുകയാണ് എങ്കിൽ ദാമ്പത്യ സൗഖ്യത്തിനും കുടുംബ കലഹങ്ങൾ ജീവിതത്തിൽ മാറാനും സഹായകരമായി തീരും എന്നതാണ് വാസ്തവം. അതിനാൽ ഇന്നേ ദിവസം ആ മന്ത്രജപത്തിനും
പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ഇനി പരാമർശിക്കാൻ പോകുന്ന മന്ത്രം അതിരാവിലെ അല്ലെങ്കിൽ പകൽ സമയം ജപിക്കേണ്ടതായ മന്ത്രമാണ്. നിങ്ങൾ രാത്രിയാണ് കാണുന്നത് എങ്കിൽ ഈ മന്ത്രം ഇന്ന് ജപിക്കേണ്ടതായിട്ടില്ല. അടുത്ത ദിവസം രാവിലെ വിളക്ക് തെളിയിക്കുമ്പോൾ ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ അത് അതിവിശേഷമായി മാറുകയും ചെയ്യും. മന്ത്രം ഇപ്രകാരമാണ്: ഓം രുദ്രസുതായേ വിദ്മഹേ ശൂരഹസ്തായ ധീമഹേ തന്നോ കാളി പ്രചോദയാത് എന്നാണ്. ഈ മന്ത്രം കാളിദേവിയുടെ വിശേഷപ്പെട്ടതായ മന്ത്രമാണ്. പ്രത്യേകിച്ചും കാളിദേവിയുടെ ഗായത്രി മന്ത്രമാണ്. അതിനാൽ ഈ മന്ത്രജപം നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ കൊണ്ടുവരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. തീർച്ചയായും ഈ മന്ത്രം നിങ്ങൾ 108 തന്നെ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ ഭദ്രകാളി മന്ത്രം ജപിക്കുമ്പോൾ അത് ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ജപിക്കുന്നതും, പ്രത്യേകിച്ചും നിങ്ങൾ വീടുകളിൽ ഇന്നേ ദിവസം മന്ത്രം ജപിക്കുമ്പോൾ ചുവന്ന പുഷ്പങ്ങൾ ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് ജപിക്കുന്നതും സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യും. കൂടാതെ ഇന്നേ ദിവസം ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതും ദേവിയുടെ മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നതും സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ നൽകും. ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു വിശേഷപ്പെട്ടതായ മന്ത്രം, ഈ മന്ത്രത്തിന് നിരവധിയാർന്ന പ്രത്യേകതകളുണ്ട്. കാരണം ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ തടസ്സങ്ങൾ അകലുവാൻ സഹായകരമാണ്. എവിടെയും നിങ്ങൾക്ക് ജയിച്ച് കയറുവാൻ സാധിക്കും. ഏത് പ്രതിസന്ധിയെയും മറികടക്കുവാൻ സാധിക്കും. താഴെ പറയുന്ന ഭദ്രകാളി മന്ത്രം ഒരു സംരക്ഷണ കവചം തന്നെയാണ്. ഇത് ജപിച്ചതിന് ശേഷം ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ് എങ്കിലും നമുക്ക് സംരക്ഷണം ലഭിച്ചിരിക്കും എന്നതാണ് വാസ്തവം. ശത്രുദോഷം, ദൃഷ്ടിദോഷം എല്ലാം ജീവിതത്തിൽ നിന്നും അകലുകയും ചെയ്യും. 36 തവണ നിങ്ങൾക്ക് ജപിക്കുവാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ്. ഈ മന്ത്രം ഇന്നു മുതൽ ജപം ആരംഭിക്കുന്നതും ഉത്തമമാകുന്നു. നിങ്ങൾക്ക് തീർച്ചയായും ഇന്നേ ദിവസം ഈ മന്ത്രം ജപിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ പെട്ടെന്നായിരിക്കും ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കുക. മന്ത്രം ഇപ്രകാരമാണ്. നിങ്ങൾ തീർച്ചയായും ജപിക്കാറുള്ള മന്ത്രം കൂടിയാകാം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്നാണ്. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്നാണ്. ഇനി ഞാൻ പരാമർശിക്കാൻ പോകുന്ന മന്ത്രം ഏറ്റവും വിശേഷപ്പെട്ടതായ കാളി മന്ത്രമാണ്. നിങ്ങളെ അപകടങ്ങളിൽ നിന്ന് പോലും സംരക്ഷിച്ച് നിർത്തുവാൻ ഏറ്റവും ഉത്തമമായ ഒരു മന്ത്രം. ഈ മന്ത്രം നിങ്ങൾ കേൾക്കുകയാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഏതൊരു സമയത്താണ് എങ്കിലും, അത് പകലാകാം രാത്രിയാകാം, നിങ്ങൾ എപ്പോഴാണ് വീഡിയോ കാണുന്നത് എങ്കിലും ഈ മന്ത്രജപം സാധിക്കുമെങ്കിൽ നിങ്ങൾ ജപിക്കുക. നിങ്ങൾ ആരെയാണോ ഇഷ്ടദേവതയായി ആരാധിക്കുന്നത്, പ്രത്യേകിച്ചും പരമശിവനെ ഗുരുവായി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതുമാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ മന്ത്രം കേൾക്കുകയെങ്കിലും ചെയ്യുക. അത്രമേൽ വിശേഷപ്പെട്ടതായ മന്ത്രമാണ്. മന്ത്രം ഇപ്രകാരമാകുന്നു: ഓം ക്രീം 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 ഹ്രീം ഹ്രീം ഹ്രൂം ഹ്രൂം ദക്ഷിണേ കാളികേ ക്രീം 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 ഹ്രീം ഹ്രീം ഹ്രൂം ഹ്രൂം സ്വാഹ എന്നാണ്. മന്ത്രം വീണ്ടും ജപിക്കാം. ഓം ക്രീം 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 ഹ്രീം ഹ്രീം ഹ്രൂം ഹ്രൂം ദക്ഷിണേ കാളികേ ക്രീം 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 ഹ്രീം ഹ്രീം ഹ്രൂം ഹ്രൂം സ്വാഹ എന്നാണ്. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം.
ഓം ക്രീം 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 ഹ്രീം ഹ്രീം ഹ്രൂം ഹ്രൂം ദക്ഷിണേ കാളികേ ക്രീം 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 ഹ്രീം ഹ്രീം ഹ്രൂം ഹ്രൂം സ്വാഹ എന്നാണ്. ഈ മന്ത്രം തീർച്ചയായും ഇന്നേ ദിവസം നിങ്ങൾ 108 തന്നെ ജപിക്കുക. സാധിക്കുന്നില്ല എങ്കിൽ 48 ജപിച്ച് നിങ്ങൾ തീർച്ചയായും, അപ്പോൾ ഈ മന്ത്രം നിങ്ങൾക്ക് രാത്രിയാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിലും നിങ്ങൾക്ക് ജപിക്കാം. ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ജപിക്കുന്നത് കൂടുതൽ ഉത്തമമാണ്. സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക. അതല്ല എങ്കിൽ മുൻപ് പരാമർശിച്ച പോലെ സാക്ഷാൽ പരമശിവനെ ഗുരുവായി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രജപം ആരംഭിക്കാവുന്നതുമാണ്. നിത്യവും ജപിക്കുന്നതും ഉത്തമം തന്നെയാണ്. എന്നാൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം ഈ പരാമർശിച്ചിരിക്കുന്ന മന്ത്രങ്ങൾ ജപിക്കുകയും ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുക. വീടുകളിൽ തീർച്ചയായും വിളക്ക് തെളിയിക്കുന്നത് മുടക്കാതിരിക്കണം എന്ന കാര്യവും ഓർക്കുക. ഏവർക്കും അമ്മയുടെ അനുഗ്രഹത്താൽ ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കും. അപകടങ്ങളിൽ നിന്നും രക്ഷയും അമ്മയുടെ സംരക്ഷണവും നിങ്ങളിലേക്ക് വന്നു ചേരും.